ഹലോ ഗായ്സ്, ഞാൻ സുക്കുമ്പിയും കൂടി ഇപ്പോൾ പോണത് കടയിലോട്ടാണ് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ തന്നെ കേട്ടോ എപ്പോഴും കടയിലൊക്കെ പോണത്. ഈ പിക്കാകാരനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാറില്ല. എന്തെങ്കിലും സാധനം വാങ്ങാനുണ്ടെങ്കിൽ ഞാനും സുക്കുമ്പിയും കൂടി അങ്ങ് പോകും. ഇന്ന് സൈക്കിൾ എടുത്തില്ല കേട്ടോ. സുക്കുമ്പിക്ക് ഇന്ന് സൈക്കിൾ വേണ്ടാന്ന് പറഞ്ഞു. എന്താണെന്ന് അറിയില്ല. ഇന്ന് വേണ്ട, നടന്ന് വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇട്ടത്. അതും എനിക്ക് ഉപകാരമായി. അല്ലെങ്കിൽ ഞാൻ ഇവൻ്റെ പുറകെ നടക്കണം. ഇവൻ പതക്കെ സൈക്കിളോട്ടും അല്ലെങ്കിൽ സ്പീഡ് സൈക്കിളോട്ടും. അതിൻ്റെ ഒപ്പം ഞാൻ നടന്നില്ലെങ്കിൽ ഇവൻ വഴക്കുണ്ടാക്കും. അങ്ങനെ നമ്മളിത് നടന്ന് നമ്മൾ നമ്മുടെ ഗേറ്റിൻ്റെ അവിടുത്തെ എത്താറായിട്ടോ. ഗേറ്റിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര ഭംഗി. അവിടെ ആ ഓഫീസിൻ്റെ ആ ഭാഗമൊക്കെ ഇവർ ഭയങ്കരമായിട്ട് നന്നായിട്ട് സെറ്റാക്കി വെച്ചേക്കുവാണ്. നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. അങ്ങനെ നമ്മൾ മുട്ടച്ചേട്ടൻ്റെ കടയിലെത്തി. ഇവിടുത്തെ ചേട്ടൻ ഞങ്ങൾ മുട്ടാന്നാട്ടോ വിളിക്കുന്നത്, കാരണം ആ ചേട്ടൻ തല്ലിൽ മുടിയില്ല. അപ്പം നമ്മളിത് ഈ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോകാണ്ട്. സുക്കുമ്പി ഇവിടെ വന്നത് തന്നെ ബിസ്ക്കറ്റ്, ഏതൊക്കെ തരത്തിലുള്ള ബിസ്ക്കറ്റ് ഉണ്ടോ അതൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. ഈ പ്രാവശ്യം എടുത്തത് ഓറിയോ പോലത്തെ എന്തോ ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു സെറ്റ് തന്നെ എടുത്തിട്ടുണ്ട്. ഇവൻ കഴിക്കുമോ ഇല്ലേ എനിക്കറിയത്തില്ല. അപ്പോൾ അതെടുത്തു. പിന്നെ ഞങ്ങൾ ഉഴുന്ന്, പഞ്ചസാര, പച്ചരി, അതുപോലെ റവ, പപ്പടം ഒക്കെ വാങ്ങിച്ചു. മുട്ടയൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇവിടെ പച്ചരി പലതരത്തിലുള്ള പച്ചരികളൊക്കെ ഉണ്ടായിരുന്നു. ഏതാണെന്ന് എനിക്കറിയില്ല. പിന്നെ ആ ചെറുക്കന് ഒരെണ്ണം കൊടുത്തു. പിന്നെ സുക്കുമ്പിക്ക് ഒരു ബലൂണും കിട്ടിയിട്ടു. അവിടുത്തെ പയ്യൻ അവിടെ ബലൂൺ വീർപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇവർക്ക് കാറിൻ്റെ സെയിലുണ്ട്. അപ്പോൾ ആ കാറിൻ്റെ മണ്ടയിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ബലൂൺ ഉള്ളത്. അപ്പോൾ അതും കൂടെ സുക്കുമ്പിക്ക് ഒരെണ്ണം കിട്ടി. അതും കിട്ടിക്കൊണ്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് വരുവാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഞങ്ങളിപ്പോൾ തന്നത്താ പോയൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് പേടിയൊന്നുമില്ല. പുറത്തൊക്കെ ഇറങ്ങാനാണെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കണം. നമ്മൾ കടക്കാരൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ടുള്ള പരിചയമായി. കാരണം എവിടെ പോയാലും മലയാളീസ് ആണല്ലോ, വാത് വരാതെ സംസാരിച്ച് അതിനൊക്കെ പാട്ടിലാക്കുമല്ലോ. അങ്ങനെ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പോവാം, ബൈ.